ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഒരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മിൽക്ക് പുഡിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പാല് തിളപ്പിക്കാൻ വെച്ചു. പാല് നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. ഞാനൊരു 2 കപ്പ് പാലാണ് എടുത്ത് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം നമുക്ക് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. 2 കപ്പ് പാലെടുത്ത് അത് 1 കപ്പാക്കണം. ഇനി ആ സമയം കൊണ്ട് നമുക്കതിന് വേണ്ട ബ്രെഡ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. അപ്പോൾ ബ്രെഡിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങളത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്കത് ബ്രെഡ് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഒരു 3 ലെയർ ബ്രെഡാണ് ഞാൻ വെക്കുന്നത്. അപ്പം നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് അത് ഫില്ലാവത്തക്ക രീതിയിലുള്ള ബ്രെഡ് എടുക്കണം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞു. ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പ് പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഇച്ചിരി വലിപ്പമുള്ള പാത്രമാണ്. അപ്പോൾ എനിക്ക് ഒരു 10-15 പീസിലധികം വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ മുറിച്ച് അതിൻ്റെ സൈഡൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ ആ ബ്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞ സമയത്തിന് നമ്മുടെ പാല് ഇവിടെ ഒരുവിധം നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അതിൻ്റെ പകുതിയോളം ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മിൽക്ക് മെയ്ഡിൻ്റെ ഒരു 1/4 കപ്പ് ഞാനെടുത്ത് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ അത് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളതിൻ്റെ കാരണം അടുക്കി പിടിക്കാൻ പാടില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ കുറച്ചിട്ട് ചെയ്താൽ അത്രയും നല്ലത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1/2 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് നല്ലതുപോലെ ഇനി മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കിൽ നമുക്ക് നല്ലതുപോലെ മധുരം ഉള്ളത് കൊണ്ട് വേറെ മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി കൂടുതൽ മധുരം വേണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ മധുരം നോക്കിയിട്ട് കുറച്ചുകൂടി പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ തിളച്ച് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ പാലിൻ്റെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പാല്. ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ വാനില എസൻസിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടും. നല്ല ടേസ്റ്റ് തന്നെയാണ് അതും. ഇപ്പോൾ നമ്മൾ ഇവിടെ ബ്രെഡ് നമ്മുടെ പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ 1 ലെയർ ബ്രെഡ് വെക്കുക. നല്ലതുപോലെ സോക്ക് ചെയ്യണം ബ്രെഡ്. അപ്പോൾ നമ്മൾ പാത്രം എല്ലാം ഇപ്പോൾ ഗ്യാപ്പ് വരാതെ നല്ലതുപോലെ അത് നമ്മൾ ബ്രെഡ് അപ്പം ആ കുറച്ച് ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഞാനൊരു ബ്രെഡ് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ മിൽക്ക് മിക്സർ ഒഴിച്ചു കൊടുക്കാം.
നല്ലതുപോലെ ബ്രെഡ് സോക്കായി കിട്ടണം. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പാലിലേക്ക് ബ്രെഡ് സ്ലൈസസ് മുക്കിയെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ചിലപ്പോൾ നമ്മൾ മുക്കിയെടുക്കുമ്പോൾ പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. മുക്കിയെടുത്താലും കുഴപ്പമില്ല. നല്ലതുപോലെ നമ്മളത് പാലൊഴിച്ചു കൊടുക്കണം. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ബ്രെഡിൻ്റെ ഇത് സോക്കാവാതിരുന്നാൽ നമ്മളത് കഴിക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ബ്രെഡിൻ്റെ ഫീൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ സോക്ക് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബ്രെഡിൻ്റെ ടേസ്റ്റേ വരില്ല. നല്ല സ്വീറ്റായിരിക്കും. പിന്നെ നമുക്ക് ആ പാലിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്കുണ്ടാകും. നമ്മളത് കഴിക്കുന്നത് ബ്രെഡാണെന്ന് നമുക്ക് തോന്നില്ല. പിന്നെ നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയർ ഇതുപോലെ തന്നെ നല്ലതുപോലെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാം. ആ ലെയറിൽ നമുക്ക് പാൽ മിക്സർ ഒഴിച്ചു കൊടുക്കണം. നല്ലതുപോലെ സോക്കായി വന്നാൽ അതിൻ്റെ താഴെ ഇങ്ങനെ പാലിങ്ങനെ കിടക്കണം. ശരിക്കും നല്ലതുപോലെ പാൽ കിടക്കണം. എല്ലാ ഭാഗവും നമുക്ക് നല്ല തിക്കായിട്ട് വെച്ച് നമ്മളിപ്പോൾ 3 ലെയറും വെച്ച് കഴിഞ്ഞു. എല്ലായിടത്തും അതിലും കൂടി ഒന്ന് പാലൊഴിച്ചു കൊടുക്കാം. വളരെ സ്വീറ്റായിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണിത്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഞാനിനി 3 ലെയറും കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ അതിൻ്റെ മേളിൽ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അല്പം ക്രീം കൊണ്ടൊന്ന് അത് ഡെക്കറേറ്റ് ചെയ്യാണ്. വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരുന്നത്. ക്രീം ബീറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. മുകളിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഞാനൊരു ചെറിയ നോസിലിട്ടിട്ടാണ് ചെയ്യുന്നത്. നോസിലില്ലാതെ വെറുതെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് സ്പാച്ചില കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. നോസിലോ ബാഗോ പൈപ്പിംഗ് ബാഗോ ഒന്നും ഇല്ലാത്തവർക്ക് വെറുതെ നമുക്ക് ക്രീം ഇട്ടതിന് ശേഷം നമ്മുടെ സ്പാച്ചില കൊണ്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇതുപോലെ എല്ലാവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ കുറച്ച് ബദാമും കാഷ്യൂസും പിസ്തയൊക്കെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി വെച്ച് നമുക്കൊന്ന് ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കാം. ഈ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വെച്ചോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ഡെക്കറേഷനും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണിത്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും അത് കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം.